കോൺഗ്രസ് സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ 107ാം ജന്മദിനം ആചരിച്ചു. ലീഡർ കെ കരുണാകരൻ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് KPCC മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി കാത്തിരുന്നൊരു സംരംഭത്തിന് ഇന്ന് ആരംഭം കുറിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ നിർമ്മിക്കുന്ന മന്ദിരത്തിൻ്റെ അതിൻ്റെ തറക്കല്ലിടൽ വർഷങ്ങൾക്ക് മുമ്പാണ് നടന്നതെങ്കിലും എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിക്കൊണ്ട് ഇന്ന് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുക. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ചെയർമാനായ പുതിയ കമ്മിറ്റി ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ 1.5 വർഷത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൽ വളരെ സന്തോഷത്തോടെ പറയാൻ ഉള്ളൊരു കാര്യം, അതിലേക്ക് ഏറ്റവും കൂടുതൽ തുക നൽകിയത് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ശ്രീ പാലോട് രവി ആദ്യത്തെ വിഹിതം 60 ലക്ഷം രൂപ നൽകി ഞാൻ ഓർത്ത്. അത് പിന്നീട് 22 ലക്ഷം കൂടെ തന്നെ ഏതാണ്ട് ഇപ്പോൾ 82 ലക്ഷത്തോളം തുക DCCയുടെ കോട്ടയിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം ഈ മന്ദിരം പണിയുന്നത് തിരുവനന്തപുരം നഗരത്തിലാണ്. കേരളത്തിൽ ആദ്യത്തെ ചലച്ചിത്ര സ്റ്റുഡിയോ അത് ഇൻഫർമേഷൻ വകുപ്പിൻ്റെ ചുമതല വഹിച്ച കാലത്താണ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ഭരണപരിഷ്കാരങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. നെടുമ്പാശ്ശേരി വിമാനത്താവളം, കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയം, രാജീവ് ഗാന്ധി മിനി സ്റ്റേഡിയം, അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആരംഭം കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം, പിന്നീടാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പൂർത്തീകരിച്ചു. അപ്പോൾ അതൊക്കെ ഇന്നത്തെ തലമുറയിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിന് മുമ്പുള്ളൊരു കാലഘട്ടം മലയാള സിനിമയെ കേരളത്തിലേക്ക് പറിച്ചു നട്ടത് ശ്രീ കെ കരുണാകരൻ ഇൻഫർമേഷൻ മന്ത്രിയായിരുന്നപ്പോഴാണ്. അന്ന് ഈ സാംസ്കാരിക വകുപ്പില്ല. അന്ന് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പത്രവും സിനിമയാണ് അന്നത്തെ ഇൻഫർമേഷൻ വകുപ്പ്. അത് ആഭ്യന്തര വകുപ്പിനോടൊപ്പം ശ്രീ കെ കരുണാകരനാണ് കൈകാര്യം ചെയ്തത്. അങ്ങനെയാണ് ആദ്യമായി മലയാളത്തിൽ പൂർണ്ണമായിട്ടും കേരളത്തിൽ ഷൂട്ട് ചെയ്തൊരു മലയാള ചിത്രത്തിന് 50,000 രൂപ സബ്സിഡി പ്രഖ്യാപിച്ചത് ശ്രീ കെ കരുണാകരനാണ്. 50,000 ഇന്നത്തെ തലമുറയ്ക്ക് നിസ്സാര സംഖ്യ തോന്നും. പക്ഷേ MLAക്ക് 450 രൂപയും MP-ക്ക് 500 രൂപയും ശമ്പളം ഉണ്ടായിരുന്ന കാലത്താണ് 50,000 രൂപ സബ്സിഡിയായി സിനിമയ്ക്ക് അന്ന് നൽകി. അപ്പം അന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് കേരളത്തിലേക്ക് വരാൻ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സിങ് നടത്തണമെങ്കിൽ സ്റ്റുഡിയോ അതിനനുബന്ധിച്ച സംവിധാനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, ഞങ്ങൾക്ക് കേരളത്തിൽ ഫിലിം ഷൂട്ട് ചെയ്യാൻ സന്തോഷം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ആദ്യമായിട്ട് അദ്ദേഹം ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥാപിച്ചത്. ആ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ശ്രീ BRS പിള്ള ചെയർമാൻ, തിരുവനന്തപുരത്തുകാരൻ തന്നെയായ സാഹിത്യകാരൻ ശ്രീ G വിവേകാനന്ദൻ MD-യുമായിട്ടുള്ള ആദ്യത്തെ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ആ കോർപ്പറേഷനാണ് സ്റ്റുഡിയോ പ്രവർത്തനം പൂർത്തീകരിച്ചത്. അപ്പോൾ അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗം. ഇതിലെല്ലാം പറഞ്ഞ മറ്റൊരു വിഷയം കൂടി, പിന്നീട് ഇന്ത്യയിൽ പല ഭാഗത്തും ഈ അടുത്ത കാലങ്ങൾ വരെ ഇന്ന് മാവോയിസ്റ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും പണ്ട് നക്സൽ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ചപ്പോൾ അന്ന് അതിൻ്റെ ഏറ്റവും ഭീകര പ്രവർത്തനം നടന്നൊരു സംസ്ഥാനം കേരളം. അതായത് രണ്ടാം EMS സർക്കാരിൻ്റെ ഏതാണ്ട് മധ്യത്തിലെത്തിയപ്പോഴാണ് നക്സൽ പ്രസ്ഥാനം കേരളത്തിൽ ശക്തി പ്രാപിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെയുള്ള കൂടുതൽ അക്രമചിന്തകളോ ആണ് പിന്നീട് ഇതിന് രൂപം നൽകി നക്സൽ പ്രസ്ഥാനം. അത് കേരളത്തിൽ ഏറ്റവും ആദ്യം പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉണ്ടായി. ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പുൽപ്പള്ളിയിലാണ്, വയനാട് പുൽപ്പള്ളിയിൽ ഒരു SI-നെ കൊല്ലുകയും ആ SI-യുടെ ശരീരത്തിലെ രക്തം ചുമരിൽ പതിച്ചു. ആദ്യത്തെ ഭീകരാക്രമണം നടന്നത് പുൽപ്പള്ളിയിൽ. പിന്നീട് പല ആക്രമണങ്ങളുണ്ടായി. കോങ്ങാട് പ്രദേശത്ത്, പാലക്കാട് കോങ്ങാട് നാരായണ മേനോൻ എന്ന ജന്മിയെ അർദ്ധരാത്രി ആക്രമിച്ച നക്സലൈറ്റ് അദ്ദേഹത്തിന്റെ തല വെട്ടി പുലിക്കടവിൽ കൊണ്ടുവച്ചു.
സംഭവം നടന്ന 12 മണിയാണെന്ന് കാണിക്കാൻ 12 മണി ക്ലോക്ക് നിർത്തി വെച്ചു. അത് സ്ഥിരം മുദ്രാവാക്യായിരുന്നു, മാവോ സൈക്കിൾ സിന്ദാബാദ്, നക്സൽ ബാരി സിന്ദാബാദ്. കിളിമാനിലെ രാജ കുടുംബത്തിലെ അംഗങ്ങളെ തൂണിനോട് ചേർത്ത് കെട്ടി തലവെട്ടി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി. അങ്ങനെയൊക്കെ നിന്ന കാലത്ത് ഈ നക്സൽ പ്രസ്ഥാനത്തിനെ തുടച്ചു നീക്കിയ 2 പ്രമുഖ വ്യക്തികൾ എന്ന് പറയുന്നത്, ഒന്ന് ശ്രീ കെ കരുണാകരൻ, 2 CH വയസ്സാണ്. അവരുടെ ഇച്ഛാശക്തിയുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ പ്രസ്ഥാനം കേരളത്തിൽ വേറിട്ട് പോയത്. പക്ഷെ അതിന് കെ കരുണാകരൻ ഒരുപാട് പിന്നീട് രാജ്യസംഭവത്തിലൊക്കെ അതിന് ഒരുപാട് പഴികൾ കിട്ടി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അന്ന് രാജനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അടിയന്തരാവസ്ഥയായിരുന്നു, സെൻസറിഷിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ കായണ്ണ പോലീസ് സ്റ്റേഷൻ വാർത്ത ആരും പത്രത്തിലത് വായിച്ചില്ല. കായണ്ണ പോലീസ് സ്റ്റേഷനിൽ നക്സലൈറ്റുകൾ ആക്രമിക്കുകയും പോലീസ് സ്റ്റേഷനിലെ തോക്കുകൾ കൊള്ളയുന്നുള്ളൂ. അതിന്റെ ചോദ്യം ചെയ്യലാണ് അവസാനം രാജനെയും കുറെ കുട്ടികളെ കസ്റ്റഡിയിലെടുത്തും ചോദ്യം ചെയ്തും പിന്നീടുണ്ടായ സംഭവം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ശക്തമായ നിലപാടെടുത്തതുകൊണ്ട് നക്സൽ പ്രസ്ഥാനത്തിനെ കേരളത്തിൽ തുടച്ചു നീക്കാൻ കഴിയും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഞാൻ MP ആയിരുന്നപ്പോൾ എന്നോടൊപ്പം ആന്ധ്രയിൽ MP മാരായിരുന്ന പലരും പിന്നീട് നക്സലൈറ്റുകളായി കൊലയ്ക്കപ്പെട്ടു. അപ്പൊ ഈ അടുത്ത കാലം വരെ ഇപ്പൊ ആണ് പേര് രൂപവും മാറി, ഇപ്പൊ മാവോയിസ്റ്റുകളായി. ഇപ്പൊ കേരളത്തിലെ മാവോയിസ്റ്റ് പ്രവർത്തനം ഉണ്ടെങ്കിലും അതൊക്കെ ഒരു വെജിറ്റേറിയൻ സമയമാണ്. അത്യാവശ്യം കടകൾ കൊള്ളയത് അരിയൊക്കെ കൊണ്ടുവരും, അല്ലാതെ ആൾക്കാരെ തലവെട്ടുന്ന ഏർപ്പാടൊന്നും പിന്നീട് കേരളത്തിലുണ്ടായി. അപ്പൊ അങ്ങനെ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ അദ്ദേഹത്തിനും അന്ന് മന്ത്രിസഭയ്ക്ക് കഴിയും. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം വലിയ ഇതായിട്ട് അതിന്റെ ചർച്ചകളും സെമിനാറുകളൊക്കെ നടക്കുകയാണ്. അടിയന്തരാവസ്ഥയിൽ തെറ്റ് ചെയ്ത് ഇന്ദിരാഗാന്ധി ചെയ്ത് തെറ്റാണെന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ സമൂഹത്തിലെ ന്യൂനത ഞാൻ കാണുന്നത്, ഏതൊരു സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ള ചർച്ച ചെയ്തതാണ്. ദോഷങ്ങളുടെ ചർച്ചയാണ് നടന്നതെങ്കിൽ എന്തുകൊണ്ട് പ്രഖ്യാപിക്കേണ്ടി വന്നു? ഞാൻ പറയുന്ന പോലെ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയല്ല ഇത് പ്രഖ്യാപിക്കാനുള്ള കാരണം. അതിനു മുമ്പ് തന്നെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് സർക്കാരുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇവിടെ നമ്മള് വിമോചന സമരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. വിമോചന സമരം പിന്നീടും ഇന്ത്യയിൽ അരങ്ങേറിയിട്ടുണ്ട്. അതായത് ഗുജറാത്തിൽ ശിവൻഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരിനെതിരെ ശ്രീ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ ഇളക്കി വിട്ടുകൊണ്ട് സമരം ഉണ്ടാക്കി. 5 വർഷത്തേക്ക് തിരഞ്ഞെടുത്ത സർക്കാരിനെ, ശിവൻഭായ് പട്ടേൽ സർക്കാരിനെ പ്രവർത്തിക്കാൻ കഴിയാത്ത സന്ദർഭം ഉണ്ടാക്കി. അതിന്റെ ഫലമായി ആ സർക്കാരിനെ, കോൺഗ്രസിന്റെ സർക്കാരിനെ കോൺഗ്രസിനെ തന്നെ പിരിച്ചുവിട്ടി വന്നു. ഈ സമരക്കാരൻ പിരിച്ചുവിട്ടില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് മൊറാർജി ദേശായി നിരാഹാരം. ഇതൊക്കെ ജനാധിപത്യമായിരുന്നോ? ഏതായാലും ആ സർക്കാരിനെ പുറത്താക്കിയതിനു ശേഷം ഇത് അവിടെ കൊണ്ട് അവസാനിച്ചു. ഇത് ബീഹാറിലേക്ക് കടന്നു. ഡോക്ടർ ജഗന്നാഥ് മിശ്രയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരിനെതിരെ സമരം ചെയ്യുക മാത്രമല്ല, പാരലൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ശ്രീ ജയപ്രകാശ് നാരായണൻ. അതായത് ഇപ്പൊ നമ്മളെ പിണറായിക്കെതിരായി ഒരുപാട് സമരം നടത്തുന്നുണ്ട്, ഇപ്പോഴും സമരം നടത്തുന്നുണ്ട്. ഇത് വിചാരിച്ച് നമ്മളാരെങ്കിലും ഈ സർക്കാരെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള ഞങ്ങൾ ഫ്രഷ് ഇലക്ഷൻ നടത്താൻ പോവാന്ന് പറഞ്ഞാൽ നമ്മളെ ഇലക്ഷൻ നടത്തുമോ? ഞാൻ ചോദിക്കട്ടെ, നാളെ 150 സീറ്റിലേക്ക് നമ്മൾ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തി ഞാനും ശിവകുമാറും പാലോടെയും ജനക്ഷേത്ര പ്രസാദും ഞങ്ങളൊക്കെ MLA-മാരായിട്ട് സ്വയം പ്രഖ്യാപിക്കാൻ ജനാധിപത്യം എന്താ പിന്നെ അതിന്റെ അവസ്ഥ? അങ്ങനെ പാരലൽ അസംബ്ലി പ്രഖ്യാപിക്കുകയും ബീഹാറിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ നോക്കിയിട്ട് ഇന്ദിരാഗാന്ധി ഇനി നടത്തി. ആ സമയത്താണ് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ അസാധുവാക്കുന്നതും. ആ അസാധുവാക്കിയതിനെ തുടർന്ന് ശ്രീ ജയപ്രകാശ് നാരായണന്റെ പ്രഖ്യാപനം, അദ്ദേഹം പറഞ്ഞു പട്ടാളം ഇന്ദിരാഗാന്ധി അനുസരിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അതില്ലാതെ ആർക്കെങ്കിലും പറയാൻ പറ്റും? പാർലമെന്റ് വളയാൻ പറഞ്ഞു പട്ടാളത്തിനോട്. ഞാൻ പറയുന്നത്, ഇത്രയും നമ്മളെ നരേന്ദ്രമോദിയെ എതിർക്കുമ്പോഴും ഇപ്പൊ പകൽക്കാമിലൊക്കെ സംഭവം ഉണ്ടായില്ല, നമ്മൾ പട്ടാളത്തിനോട് നമ്മൾ പറഞ്ഞോ നരേന്ദ്രമോദി അനുസരിക്കാൻ പാടില്ല? അങ്ങനെ പറയാൻ പാടില്ല. കാരണം ജനാധിപത്യത്തിന് ഭീഷണിയാണ്. അങ്ങനെ പറഞ്ഞത് ആര് പ്രധാനമന്ത്രി ആവട്ടെ, അവരുടെ ഭരണം ശരിയാവട്ടെ തെറ്റാവട്ടെ,
ആ സർക്കാർ തെറ്റുകളുണ്ടെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം ഇന്ത്യൻ പട്ടാളത്തിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രി അനുസരിക്കരുത് എന്ന് ആഹ്വാനം ചെയ്താൽ നമ്മുടെ ജനാധിപത്യം അവിടെ തീർന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 3 മാസത്തിനുള്ളിലാണ് ബംഗ്ലാദേശിന്റെ അധിപനായിരുന്ന മുജീബുർ റഹ്മാനെ അവിടെ പട്ടാളം വെടിവെച്ചുള്ളൂ. അത് രാഷ്ട്രത്തലവനായി സങ്കല്പിച്ചിരുന്ന മുജീബുർ റഹ്മാനെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തിന് ഒരു മകൻ ഹസീന മാത്രം രക്ഷപ്പെട്ടു. വേറെ അവർ വിദേശത്ത് പഠിക്കാൻ പോയി. ഈ കുടുംബത്തിൽ എല്ലാവരും വെടിവെച്ചു. അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ വെച്ചത് ബംഗ്ലാദേശിൽ കൊണ്ടുവന്നാണ് അന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ തള്ളി കളഞ്ഞിട്ടുണ്ട്. ഉദാഹരണമാണ് കേരളം. നിയമസഭയിൽ 140 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഹൈയസ്റ്റ് 111 കോൺഗ്രസ് ഉൾപ്പെട്ട സഖ്യം ജയിച്ചു. ലോക്സഭയിൽ 20 കോൺഗ്രസും CPIയും കേരള കോൺഗ്രസും മുസ്ലിം ലീഗ് അടങ്ങിയ സഖ്യം ജയിച്ചു. തമിഴ്നാട്ടിലെ 39 സീറ്റുകളിൽ 35 കോൺഗ്രസ് DMK സഖ്യം ജയിച്ചു. ആന്ധ്രയിൽ 41 സീറ്റിൽ 40 കോൺഗ്രസ് ജയിച്ചു. കർണാടകത്തിൽ 28-ൽ 26 കോൺഗ്രസ് ജയിച്ചു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ മുഴുവൻ ഭീകരമായിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റിലെ ജനങ്ങളുടെ വിധിയായി. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തില്ലേ? പിന്നെ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് രംഗം ശാന്തമായപ്പോൾ ഇന്ദിരാഗാന്ധി തന്നെയാണ് പിൻവലിച്ച് ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. ആ ഇലക്ഷനിൽ തോറ്റപ്പോ ഒരു രാജിവെച്ചു അന്തസ്സായി. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലത്തെ ഒരു സമരവും അടിയന്തരാവസ്ഥയ്ക്കെതിരെ കേരളത്തിൽ ഇന്ത്യയിൽ നടന്നു. ജയിലിലിട്ടവരൊക്കെ നല്ല കുട്ടികളായിട്ട് ജയിലിൽ കടന്നു. പലരും പല കാരണങ്ങൾ പറഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി, ചില അസുഖങ്ങൾ പറഞ്ഞിറങ്ങി. ആരും രണ്ടാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായിട്ടില്ല. അതിനൊക്കെ എല്ലാവരും അനുസരിച്ച് തന്നെ മുന്നോട്ട് നീങ്ങി. ഇന്ദിരാഗാന്ധി അത് പിൻവലിച്ച് ഇലക്ഷൻ നടത്തിയില്ലായിരുന്നെങ്കിൽ ഇവിടെ പിന്നെ ഒന്നും സംഭവിക്കുമായിരുന്നില്ല. പക്ഷെ ഇന്ദിരാഗാന്ധി അത് ഇഷ്ടപ്പെട്ടില്ല. ഇലക്ഷൻ നടത്തി പരാജയപ്പെട്ടപ്പോ കേരള ശബ്ദത്തിന്റെ റിപ്പോർട്ടറായിരുന്ന KVS ഇളയത്, അന്നത്തെ കാലത്ത് ഏറ്റവും മികച്ച റിപ്പോർട്ടറായിരുന്നു. അത് ഇന്ദിരാഗാന്ധി ഇന്റർവ്യൂ നടത്താനില്ല. KVS ഇളയത് അടിയന്തരാവസ്ഥയും ഇന്ദിരാഗാന്ധിയൊക്കെ നഖശികാരണം എതിർത്ത വ്യക്തിയാണ്. ഒരു ഇടതുപക്ഷമല്ല, CPM ലൈനെ. ഇടതുപക്ഷത്തിൽ അത് CPI കൂടെ നമ്മുടെ കൂടെ. പക്ഷെ ഇളയത് അധികാരമില്ലാത്ത ഇന്ദിരാഗാന്ധിയെ കാണാൻ പറ്റും. ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചു, നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ അടിയന്തരാവസ്ഥ വീണ്ടും പ്രഖ്യാപിച്ചു. ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഒരു രോഗമുണ്ടായാൽ രോഗത്തിന്റെ വ്യാപ്തി അനുസരിച്ചാണ് ചികിത്സ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു മാരക രോഗമായി. അതിനൊരു സർജറി നടത്തി പരിഹരിക്കേണ്ടി വന്നു. ഇനി ഞാൻ വീണ്ടും അധികാരത്തിൽ വന്നാൽ ആ രോഗം ഉണ്ടാവണമെന്നില്ല, ഈ ചികിത്സ നൽകണമെന്നില്ല. വളരെ കൃത്യമായി ഒറ്റ സെക്കൻഡിൽ ആലോചിക്കാനാണ് ഇന്ദിരാഗാന്ധി മറുപടി. അപ്പൊ ഞാൻ പറഞ്ഞത്, അതുപോലെ ശിവൻ AK അദ്ദേഹമാണ് ആസാമിലെ ACC സമയത്ത് പറഞ്ഞ് ഒക്കെ രംഗം ശാന്തമായി കഴിഞ്ഞ് ഇനി ഇലക്ഷൻ നടക്കും. കാരണം ഇനി മുന്നോട്ട് പോയാൽ ചില സ്റ്റേറ്റുകളിൽ ഇത് കൈകാര്യം ചെയ്ത് പറ്റിയ പാളിച്ചയാണ് കോൺഗ്രസ് തീർക്കാൻ കാരണം, UP ഉൾപ്പെടെ. പക്ഷെ ഇവൻ ആന്റണി പറഞ്ഞു, ഇനി മതി, ഇനി നമുക്ക് ജനാധിപത്യത്തിലേക്ക് തിരിച്ചു പോകാം, ഇനി ഒരു നിയന്ത്രണം പാടില്ല. അത് ഇന്ദിരാഗാന്ധി അംഗീകരിച്ചു. അന്ന് പലരും മുറുകൊടുത്തു. ആന്റണിയുടെ അടുത്തന്നെ വിളിച്ച് ആസാദ് പോകണം, അന്ന് തന്നെ ആസാക്കുന്നത്. പക്ഷേ ഇന്ദിരാഗാന്ധി പറഞ്ഞത് ശരിയാണ്. റിപ്പോർട്ടുകളൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തിലും മറ്റ് അക്രമങ്ങളോ കാര്യങ്ങളോ ഇല്ല, ശാന്തമായി ഇലക്ഷൻ നടത്തി. തോറ്റപ്പോൾ അംഗീകരിച്ചു. അത് ഇന്ദിരാഗാന്ധിയെ തന്നെ 2 കൊല്ലത്തിനുള്ളിൽ ജനങ്ങൾ 3-2 ഭൂരിപക്ഷം തിരിച്ചു കൊണ്ടുവന്നില്ലേ എല്ലായിടത്തേക്കും. അപ്പൊ നമ്മൾ ഈ വസ്തുതകളൊക്കെ മറന്നുകൊണ്ട് എന്തോ ഭീകരാവസ്ഥ ഉണ്ടായി. പക്ഷേ രാജൻ സംഭവത്തിൽ തന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു എന്നുള്ള അറിവൊന്നും CK കർണാടകമുണ്ടായിരുന്നില്ല, ഇന്നും വ്യക്തമല്ല. ഞാൻ പറയാൻ കാരണം, സാധാരണ അധികം ഒരു കാര്യത്തിലും കുടുംബമായിട്ട് ആലോചിക്കാറില്ല. ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം ഞങ്ങളൊന്നും അറിയിക്കാറില്ല, ഞങ്ങൾ അതിൽ ഇടപെടാറില്ല.
പക്ഷെ 2 സന്ദർഭങ്ങളിൽ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചു. ഒന്ന്, രാജനെ കാണാനില്ല എന്ന വാർത്ത വരികയും സമരങ്ങൾ അരങ്ങേറുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാജിവെക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ആ കുട്ടീനെ ആരൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക, ഒരു പക്ഷേ എൻ്റെ രാജി കൊണ്ട് ചിലപ്പോൾ ആ കുട്ടി പുറത്തു വന്നു. അങ്ങനെയാണ് രാജിവെക്കാനുള്ള തീരുമാനം. അപ്പോഴും അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തു. കാരണം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മോശമല്ലേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഒരു കമന്റാണെന്ന് കോടതിയുടെ വാർത്ത വന്നത്, വിധിയല്ല. അതായത് കേരള നിയമസഭയിൽ അന്ന് മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത കെ കരുണാകരൻ പറഞ്ഞു, ഇങ്ങനെ വ്യക്തിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. കോടതി പറഞ്ഞ് ലഭ്യമായ തെളിവനുസരിച്ച് കസ്റ്റഡിയിലെടുത്ത ഈ തെളിവുണ്ട്, ഒന്നുകിൽ ഹാജരാക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്നില്ല എന്ന് ഞങ്ങളെ ബോധ്യപ്പെടും. താൻ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യം തെറ്റാണ് എന്ന് കോടതി കമന്റ് ചെയ്തപ്പോഴാണ് കെ കരുണാകരൻ. ഇന്നൊക്കെ ആണെങ്കിൽ എത്ര കമന്റ് ചെയ്യുന്നുണ്ട്, പിണറായിക്കൊക്കെ വല്ല നോട്ടുണ്ടോ? കോടതി അതിന്റെ വഴിക്ക് പറയട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് പോകും. അതാണ് പിണറായി ചെയ്തെങ്കിൽ കോടതിയോട് ബഹുമാനമായി സ്വർണ്ണസ്ഥാനം രാജിവെച്ച ആളായിരുന്നു. അതായത് നിമിഷം പോലെ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് പിന്നീട് കെ കരുണാകരൻ പ്രഗത്ഭനായിട്ടുള്ള മുഖ്യമന്ത്രിയാവാൻ കാരണം ആ രാജിയാണ്. കാരണം പല കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തിന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു ഉത്തരവാദിയാവുക, ഇത് പോലീസ് റിപ്പോർട്ടല്ല, പോലീസ് റിപ്പോർട്ട് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആർക്ക് എന്ത് പറയാൻ പറ്റും? അന്ന് പക്ഷേ ശ്രീ കരുണാകരൻ പറഞ്ഞ മറുപടി എന്താ അറിയും, അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇനി നാളെ എന്ത് പറഞ്ഞാൽ ആരും അനുസരിക്കില്ല. കാരണം അവർക്ക് തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് ഞാൻ അവരുടെ തലയിൽ കിട്ടിവെച്ചാൽ ഭാവിയിൽ അവരെന്നെ അനുസരിക്കില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഒഴിയാണ്. സത്യത്തിൽ പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അത് എന്ത് ഉത്തരവിട്ടാലും ഉദ്യോഗസ്ഥന്മാർ ചെയ്തതിന്റെ അനുസരിച്ചതിന്റെ കാരണം എന്താ അറിയോ, ഞങ്ങൾക്ക് തെറ്റുപറ്റിയ അദ്ദേഹം ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് ഒരു ഓർഡർ കൊടുത്തത്. ഗോ ഹെഡ് എന്നൊരു വാക്ക് കേരള വായെന്ന് വന്നാൽ അത് നടന്നിരിക്കും. അങ്ങനെയാണ് നെടുമ്പാശ്ശേരിയുടെ തുടക്കം. കുര്യനോട് ഒരു ഗോ ഹെഡ് എന്ന ഒറ്റ വാക്കാണ് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഈ സംസ്ഥാനത്തുണ്ടാവാറ്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗം. ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ ഒരു യോഗം കൂടുമ്പോൾ ഈ വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ട സന്ദർഭം കൂടിയാണ്. അല്ലാതെ അടിയന്തരാവസ്ഥയുടെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു സെമിനാർ സിമ്പോസിയം വെക്കില്ല. അതിനുള്ള ധൈര്യം പോലും നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കില്ല. എന്നാൽ എന്താ സംഭവിച്ചത് യങ് ജനറേഷൻ അറിയാം, പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല. ഇതൊക്കെ പത്രം വായിച്ചും ഒക്കെയാണ് അറിയുക. അതാണ് ഞാൻ ആ വിഷയം കൂടെ അവിടെ പരാമർശിക്കാൻ ഇടയായത്. ഏതായാലും എന്തുകൊണ്ടും കേരളത്തിനെ സമ്പന്നമാക്കാൻ നേതൃത്വം നൽകിയ ഒരു ഭരണകർത്താവായിരുന്നു ശ്രീ കെ കരുണാകരൻ. ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഭരണകർത്താവായിരുന്നു. ഇന്ന് നിയമത്തിനെ ബഹുമാനിച്ചിരുന്ന ആളായിരുന്നു. ഒരിക്കലും ഉദ്യോഗസ്ഥന്മാരെ കൊലയ്ക്ക് കൊടുക്കാത്ത ആളായിരുന്നു. എൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ചാരക്കേസ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായനും ആരാധ്യനുമായ നേതാവാണ് കെ കരുണാകരൻ. പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ട അധസ്ഥിത ദുർബല വിഭാഗങ്ങളെയും പ്രത്യേക പരിഗണന നൽകി ചേർത്തു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ബി സുഭാഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാത്യു വിൻസെന്റ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പാടശ്ശേരി ഉണ്ണി കൃതജ്ഞത രേഖപ്പെടുത്തി. പാലോട് രവി, എൻ പീതാംബരക്കുറുപ്പ്, വി എസ് ശിവകുമാർ, ജി എസ് സാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.